ദുബായ് മാർക്കറ്റിൽ വിജയിക്കുന്ന റീറ്റെയിൽ ടെക്നിക്കുകളൊന്നും ഒരു കാരണവശാലും നമുക്ക് റിയാദ് മാർക്കറ്റിൽ വിജയിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് പഠിച്ചതിന് ശേഷമേ ചെയ്യാവൂ. ഈ ജിയോഗ്രഫി വ്യത്യാസപ്പെടുത്ത സ്ട്രാറ്റജി ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ഏറ്റവും നല്ല ബെനഫിഷ്യറി എന്ന് പറയുന്നത് നമ്മുടെ ക്ലയൻസ് ആയിരിക്കും. കാരണം നമ്മൾ ഒരു മാസം തന്നെ ദുബായിലെ പ്രൊജക്ട്സുകൾ സ്ട്രാറ്റജി ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു ഗ്ലോബൽ എക്സ്പോഷർ നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. അതേസമയം ദുബായ് മാർക്കറ്റും ഗൾഫ് കൺട്രി എന്ന് പറയുന്ന കാര്യമില്ല, സൗദി മാർക്കറ്റും എൻ്റയർലി ഡിഫറെൻ്റാണ്. അപ്പോൾ ഈ ജിയോഗ്രഫി ഡിഫറെൻ്റ് ആകുമ്പോൾ സത്യത്തിൽ രണ്ട് രീതിയിലുണ്ട്. ഈ പാഷനായിട്ട് വർക്ക് ചെയ്യുന്ന, അതിൻ്റെ ഭയങ്കരമായിട്ട് പാഷനേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുകൾക്ക് അത് ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആണ്. കാരണം അതിൻ്റെ ഒരു ത്രിൽ ഓഫ് ബിസിനസ് നമുക്ക് കറക്റ്റ് കിട്ടും. പക്ഷേ നേരെ മറിച്ചിട്ട് അതൊരു ചലഞ്ചായിട്ട് കാണുകയാണെങ്കിൽ വലിയ ചലഞ്ചാണ്. കാരണം അതിന് പല കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ആൾക്കാരുടെ പ്രയോറിറ്റീസ് ഡിഫറെൻ്റ് ആണ്, ആളുകളുടെ കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആണ്, ആളുകളെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രിഫറൻസസും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ മേജ് ചെയ്യുന്നത് ശരിക്കും ആസ് എ സ്ട്രാറ്റജിസ്റ്റ് ചിലപ്പോൾ നമുക്ക് ഒരു വർഷം മുഴുവൻ എടുക്കാവുന്നതിലധികം ഫയൽ കാലിക്കറ്റിൽ തന്നെ കിട്ടും. പക്ഷേ നമ്മൾ ആ ഒരു പോയിന്റിൽ ഫോക്കസായി നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ക്ലയൻസിന് ഈ ഡൈവേഴ്സിഫിക്കേഷനും അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ പല വ്യത്യസ്ത അവസ്ഥകളും കാണിച്ചു കൊടുക്കാൻ പറ്റാതാവും. അപ്പോൾ ഈ റിസ്ക്കാണ് ശരിക്കും ഒരു സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള രീതി നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദുബായ് മാർക്കറ്റിൽ വിജയിക്കുന്ന റീറ്റെയിൽ ടെക്നിക്കുകളൊന്നും ഒരു കാരണവശാലും നമുക്ക് റിയാദ് മാർക്കറ്റിൽ വിജയിപ്പിക്കാൻ പറ്റില്ല. കാരണം ദുബായ് എന്ന് പറയുന്ന ഹൈപ്പർ ഡിമാൻഡ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അത് ഒരു പക്ഷേ ഷാർജയിൽ പോലും അതുപോലെയല്ല കാര്യങ്ങൾ. അപ്പോൾ പല ആളുകളും നമുക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക, ദുബായിൽ സക്സസ്ഫുള്ളായ ഓൺട്രപ്രണർ ചിലപ്പോൾ കാലിക്കറ്റിൽ ബിസിനസ് നടത്താൻ വരും. അവർ സ്ട്രാറ്റജി സപ്പോർട്ടിന് വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ അവരുടേതായ രീതിയിൽ പറയുന്ന പല കാര്യങ്ങളും ആദ്യഘട്ടത്തിൽ അവരെ തിരുത്തിയാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നീട് ചിലപ്പോൾ അവർ തന്നെ ചിലപ്പോൾ സ്വന്തം നിലക്ക് കുറച്ചൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവർ തിരിച്ചു വന്നിട്ട് പറയും, സാർ വി റിയലി മേഡ് എ മിസ്റ്റേക്ക്, യു ഹാവ് ടു റെക്ടിഫൈ അസ്. കാരണം എന്താ വെച്ചാൽ ദുബായിലുള്ള ഹൈപ്പർ ഡിമാൻഡ് ഇൻഡ്യൂസ്ഡ് ആയ ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു റിയാലിറ്റിയുള്ള ഒരു മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഷെയ്ക്കിങ് എന്ന് പറയുന്നതും എക്സ്പെക്റ്റേഷൻ ആൻഡ് ഡെലിവറി എന്ന് പറയുന്നതും എല്ലാം ഡിഫറെൻ്റാണ്. പക്ഷേ ഇത് മെർജ് ചെയ്യാന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ തുടക്കത്തിലെ ശീലിച്ചത് കൊണ്ടാവാം വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഏത് മാർക്കറ്റിലാണോ വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ഡെമോഗ്രഫി എന്താണ്, ജിയോഗ്രഫി എന്താണ്, പ്രയോറിറ്റി എന്താണ്, അവരുടെ പ്രിഫറൻസസ് എന്തായിരിക്കും, അവിടെ ഡു ആൻഡ് ഡോൺസ് എന്താണെന്നുള്ളത് ഒരു സ്ട്രാറ്റജിസ്റ്റിന് ശരിക്കും മനസ്സിലാവും. അപ്പോൾ അവിടത്തേക്കുള്ള സ്പെസിഫിക്കായ, കാരണം ഒരു സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, സ്ട്രാറ്റജിയുടെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാം. ഒരേ ബിസിനസ് ഒരേ മാർക്കറ്റിൽ നമ്മൾ ചെയ്താൽ പോലും അവിടെ നമുക്കൊരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ നമ്മൾ സമീകരിച്ചിട്ട് വേണം ബിസിനസ് ചെയ്യാൻ. എല്ലാ ഓൺട്രപ്രണേഴ്സിനോടും എനിക്ക് പറയാനുള്ളതും, നിങ്ങൾ ഒരു കാരണവശാലും ഏത് മാർക്കറ്റിലേക്ക് മാറുമ്പോഴും, ഇപ്പോൾ എത്രത്തോളം എന്ന് വെച്ചാൽ ട്രേഡിങ് ചെയ്യുന്ന ആൾ, ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. അവർ ട്രേഡിങ്ങിൽ അവർ പ്രോ ആണ്. GCCയിൽ അവരൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് മോഡൽ ബിസിനസ് കേരളത്തെ സെറ്റപ്പ് ചെയ്യുന്നു. അവർ ചെയ്യാൻ പോകുന്ന ഇതുവരെ ചെയ്തത് ഒരുവിധം നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയതിനു ശേഷം നമ്മളെടുത്ത് വരുന്നത് വലിയ ശതമാനം മിസ്റ്റേക്കാണ്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ അവർ ഒരു 15 കോടിക്ക് ചെയ്യേണ്ട പണി 45 കോടിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇനി അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് 50 കോടിക്ക് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും അത് ചെയ്യാൻ 15-20 കോടി മതി. എന്നാലും ആ മാർക്കറ്റ് ഫിറ്റ് ഫോർ മാർക്കറ്റാണെന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ അതിൽ പലതും അവർ ധൈര്യപ്പെട്ട്, ഞങ്ങൾ ഇതുപോലത്തെ കുറേ സാധനം മുമ്പ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഓക്കെ, പക്ഷേ ഞാൻ പറയുന്ന മാർക്കറ്റ് ഡിഫറെൻ്റാണ്. നിങ്ങൾ ചെയ്തത് ട്രേഡാണ്, ഇത് എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. ട്രേഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ് ഡിഫറെൻ്റാണ്. അവിടെ സക്സസ് ആയി എന്നുള്ളത് കൊണ്ട് ഈത്തപ്പന സൗദിയിൽ വളർന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ വളർത്താൻ പറ്റില്ല എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. പക്ഷേ അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളിലും. അപ്പോൾ ഈ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് സ്മാർട്ട്നെസ് ആയിട്ട് കണക്കാക്കുന്നത് നമുക്ക് എപ്പോഴും ലേൺ ചെയ്യാനും
റീലേൺ ചെയ്യാനും അൺലേൺ ചെയ്യാനുള്ളൊരു സ്കില്ല് മനുഷ്യന് ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം. രണ്ട്, ഒരു ഖുറാനിക് വേഴ്സ്, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് പഠിച്ചതിന് ശേഷമേ ചെയ്യാവൂ. ബ്ലൈൻഡ് ആയിട്ട് ഒരു വിഷയം പോയി ചെയ്ത് അവിടെ പോയി കുടുങ്ങുക എന്ന് പറയുന്ന പരിപാടി റെക്കമെൻഡഡ് അല്ല. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡഡ്. അപ്പോൾ ഇതാണ് ജിയോഗ്രഫികൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ളൊരു റെസ്റ്റോറൻറ്റ് GCCയിലേക്ക് പോകുമ്പോൾ അത് സൗദിയിലേക്ക് പോകുമ്പോഴുള്ള സ്ട്രാറ്റജി വേറെയാണ്, അത് ജിദ്ദയിലേക്ക് പോകുമ്പോഴുള്ള സ്ട്രാറ്റജി അല്ല റിയാദ് പോകുമ്പോൾ ഉണ്ടാവുക. അതേപോലെ തന്നെ അത് ദുബായിക്ക് പോകുമ്പോഴുള്ള സ്ട്രാറ്റജി വേറെയാണ്, അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴുള്ള സ്ട്രാറ്റജി വേറെയാണ്. അത് ദൈവാനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ വർഷങ്ങളോളം നമുക്കത് ഒരേ സമയം തന്നെ എല്ലാ ടെറയിലും ഉള്ളത് വാക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട് നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഇതേ സമയം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അവിടെ നിന്നും മാറി. വലിയ ശതമാനം കമ്പനികളും ഇപ്പോൾ UK-യിലേക്കും അതേപോലെ തന്നെ അങ്ങനെയുള്ളൊരു മൈഗ്രേഷൻ വരുന്നുണ്ട്. അത് വേറെ തന്നെ പഠിച്ചിട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ദുബായിൽ സക്സസ് ആയി എന്നുള്ളത് ഒരു കോൺഫിഡൻസുമായിട്ട് UK പോയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കരുത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി വേറെ തന്നെ പഠിക്കേണ്ടതാണ്.